ആരാണ് ആരാധനയ്ക്ക് അർഹൻ? ശരിക്കും പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടം നടക്കുന്നത് ഇതിനെ ചൊല്ലിയാണ്. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു അവസാന യുദ്ധത്തെക്കുറിച്ചാണ്. എന്താണ് അതിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അവിടെ ആരാധനയുടെ ഒരു ശരിയായ രൂപം, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നമ്മൾ കാണും. എന്നിട്ട് പതിയെ ഭൂമിയിലെ പോരാട്ടങ്ങളിലേക്ക് വന്ന് അവസാനം അന്തിമവിധിയിൽ ഇതെങ്ങനെയാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്നതെന്നും നമുക്ക് നോക്കാം. ഏതൊരു പോരാട്ടത്തെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒരു ബേസ്, ഒരു അടിസ്ഥാനം നമ്മൾ അറിയണമല്ലോ. അപ്പോ ഈ വിഷയത്തിൽ ആ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്വർഗമാണ്. ആദ്യം നമുക്ക് അവിടെ ആരാധന എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. സ്വർഗത്തില് ആരാധനയ്ക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ, അത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവമാണ്. വേറൊരാളുമില്ല. അവിടെ എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നിർബന്ധവുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അവിടത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങളില്ല, ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോ ഈ കാര്യത്തിലൊരു കോംപ്രമൈസുമില്ല. സ്വർഗത്തിലെ നിയമം ക്രിസ്റ്റൽ ക്ലിയറാണ്. ആരാധന അത് സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെട്ട വേറൊന്നിനും അത് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു നിയമമാണ് ഭൂമിയിൽ ലംഘിക്കപ്പെടാൻ പോകുന്നത്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ സ്വർഗത്തിലെ നിയമം ഇതാണെങ്കിൽ പിന്നെ ഈ പോരാട്ടം എവിടെ നിന്നാണ് വരുന്നത്, അല്ലേ? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: സാത്താന്റെ അടങ്ങാത്ത അധികാരമോഹം. അവന് അധികാരം വേണം. ഇതാണ് ആ മത്സരത്തിന്റെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം. സാത്താന് വെറുതെ ദൈവത്തെ എതിർത്താൽ മാത്രം പോരാ, അവന് ദൈവമാകണം, ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കണം. എന്നിട്ട് ഈ ലോകത്തുള്ള എല്ലാവരുടെയും ആരാധന മുഴുവൻ തനിക്ക് കിട്ടണം. അതാണ് അവന്റെ ആഗ്രഹം. നോക്കൂ, ഈ ആഗ്രഹം വെറുമൊരു ചിന്തയിലൊതുങ്ങിയില്ല. സാത്താൻ ഇത് നടപ്പിലാക്കാൻ നോക്കി. ഓർമ്മയില്ലേ യേശുവിനെ പരീക്ഷിച്ച ആ സംഭവം? അന്നവനൊരു ഓഫർ മുന്നോട്ട് വെച്ചു: നീ എന്നെ ഒരൊറ്റ പ്രാവശ്യം ആരാധിച്ചാൽ മതി, ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷേ യേശു ആ ഒരു ഓഫർ അപ്പോ തന്നെ തള്ളിക്കളഞ്ഞു. യേശുവിനെ നേരിട്ട് വീഴ്ത്താൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ സാത്താൻ പ്ലാൻ മാറ്റി. ടാർഗറ്റ് ഇനി ലോകം മുഴുവനാണ്. ലോകത്തെ മുഴുവൻ വഞ്ചിക്കുക. ആരാധന നേടാനുള്ള അവന്റെ ഈ ആഗ്രഹം അന്ത്യകാലമാകുമ്പോഴേക്കും ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ ചതിയായിട്ട് മാറാൻ പോവുകയാണ്. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തില് ഈ ചതിയുടെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1: മഹാസർപ്പം, അതായത് സാത്താൻ, അവന്റെ പവർ എതിർക്രിസ്തുവിന് കൊടുക്കുന്നു. സ്റ്റെപ്പ് 2: ആ മൃഗം, അതായത് എതിർക്രിസ്തു, ഭൂമിയിലുള്ള എല്ലാവരോടും അവനെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നു. സ്റ്റെപ്പ് 3: ഒരു കള്ളപ്രവാചകൻ വന്നിട്ട് ഈ മൃഗത്തിന്റെ സംസാരിക്കുന്ന ജീവനുള്ള ഒരു പ്രതിമയുണ്ടാക്കുന്നു. സ്റ്റെപ്പ് 4: ആ പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലാൻ ഉത്തരവിടുന്നു. നോക്കൂ, എത്ര ക്രൂരവും വെൽ പ്ലാൻഡുമായ ഒരു പദ്ധതിയാണെന്ന്. അപ്പോ ഒരു ചോദ്യം വരും: യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഇവിടെ ആരാധിക്കാൻ നിർബന്ധിക്കുന്നത്? ഈ വ്യാജ ആരാധനയുടെ സെന്റർ പോയിന്റ് എന്താണ്? ബൈബിൾ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. ഇത് വെറും ഒരു ആരാധനയുടെ കാര്യമല്ല, ഇതൊരു ലോയൽറ്റി ടെസ്റ്റാണ്. നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ആരെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്? ഇവിടെ ആരെയാണ് ആരാധിക്കാൻ പാടില്ലാത്തതെന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ലിസ്റ്റൊന്ന് നോക്കിക്കേ: സാത്താൻ, എതിർക്രിസ്തു, അവന്റെ പ്രതിമ, പിന്നെ ദുരാത്മാക്കൾ. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ ദൈവദൂതന്മാരുമുണ്ട്. അതെ, സ്വർഗത്തിലെ നല്ല ദൂതന്മാർ പോലും അവരെ ആരാധിക്കാൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് നന്നായിട്ടറിയാം ആരാധന ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണെന്ന്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും, അല്ലേ? ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നത്? അതൊരു തെറ്റല്ലേ? ഇതിനുള്ള ഉത്തരം ഒരു കോൺട്രഡിക്ഷൻ അല്ല, മറിച്ച് അതൊരു കൽപ്പനയാണ്. പിതാവായ ദൈവം തന്നെയാണ് പറയുന്നത് തന്റെ പുത്രനെ ആരാധിക്കണമെന്ന്. അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അല്ലാതെ അതിനെ എതിർക്കുകയല്ല. അതെ, ഈ കൽപ്പന ബൈബിളിൽ വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്: ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ ആരാധിക്കട്ടെ. ഇത് വേറെ ആരും പറയുന്നതല്ല, പിതാവായ ദൈവത്തിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ഓർഡറാണ്. അപ്പോ അവസാനം കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ചോയ്സിലേക്ക് വരും: നിങ്ങൾ ആരെ ആരാധിക്കും? നമ്മളെടുക്കുന്ന ഈ തീരുമാനത്തിന്റെ ഫലം അത് കുറച്ചുകാലത്തേക്കല്ല, അത് എന്നേക്കുമാണ്, ശാശ്വതമാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കമ്പാരിസനുണ്ട്.
സാത്താനെ ആരാധിക്കാൻ തയ്യാറാവാത്തവർക്ക് 5 മാസത്തെ പീഡനം അനുഭവിക്കേണ്ടി വരും. എന്നാൽ സാത്താനെയും അവന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത് നിത്യമായ ശിക്ഷയാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിലേതാണ് കൂടുതൽ സീരിയസ്? അതായത് മുന്നിലെ 2 വഴികളാണുള്ളത്. 2 വഴിക്കും 2 ശാശ്വതമായ ഭാവിയുമുണ്ട്. ഒരു വഴി ദൈവത്തെ ആരാധിക്കുന്നവർക്കുള്ളതാണ്. അവർക്ക് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ എന്നേക്കുമായി ജീവിക്കാം. മറ്റേ വഴി വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്കുള്ളതാണ്. അവർക്ക് അവസാനമില്ലാത്ത നരകയാതനയാണ് കാത്തിരിക്കുന്നത്. ചോയ്സ് വളരെ ക്ലിയറായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അന്തിമയുദ്ധം എന്ന് പറയുന്നത് വാളും പരിചയം വെച്ചുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ആരാധനയെ ചൊല്ലിയുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് അവസാനം ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ: നിങ്ങളുടെ ആരാധനയ്ക്ക് ശരിക്കും അർഹൻ ആരാണ്?